നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. 8 തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് പഞ്ചാബുമായിട്ടാണ്. പഞ്ചാബ് ശക്തർ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബുമായുള്ള മത്സരം എളുപ്പമായിരിക്കും. കാരണം അവരുടെ ടീമിൽ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു വിദേശ താരം മാത്രമേ കളിക്കുകയുള്ളൂ. കാരണം ലൂക്ക മാർജിന് മോഹൻ ബഗാനുമായ മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടിയതുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു മത്സരത്തിന് വിലക്കുണ്ട്. പിന്നെയുള്ളതാണ് അവരുടെ ഫിലിപ്പ് മർസീലിയാക്ക് എന്ന പ്ലെയർ. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പിടിയിലാണ്. പിന്നെയുള്ള പ്ലെയർ എസഹിയൽ വിഡാൽ. അദ്ദേഹവും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കളിച്ചപ്പോൾ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സുമായി കളിക്കാൻ കഴിയില്ല. പിന്നെ അവരുടെ ഒരു സെൻറ്റർ ബാക്ക് വിദേശ താരമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല. അപ്പോൾ ആ 4 പ്ലെയേഴ്സും എന്തായാലും കളിക്കില്ല. പിന്നെ സുലിജിച്ച് പറഞ്ഞ ഒരു പ്ലെയർ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെതിരെ അവരുടെ ടീമിൽ വിദേശ താരമായി കളിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞ 11 പേരിൽ ഒരാൾ മാത്രമേ അന്ന് വിദേശ താരമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരെ കളിക്കുകയുള്ളൂ. അവരെങ്ങനെയൊക്കെ ഇറങ്ങിയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ പോക്കും സ്ഥിതിയും അങ്ങനെയാണ്. വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.